അല്ല അഡ്വക്കേറ്റ് അസ്ക, ഈ ഷെയ്ഡി ക്യാരക്ടേഴ്സുമായിട്ട് യാതൊരു കാരണവശാലും സംസർഗം പാടില്ല, സഹവാസം പാടില്ല, അവരുമായിട്ട് ഇടപഴകരുത് എന്നൊക്കെ വളരെ ചിട്ടയായിട്ടുള്ള പാർട്ടി നിർദ്ദേശങ്ങളുണ്ടല്ലോ. അപ്പോൾ അത്തരം നിർദ്ദേശങ്ങൾ കാറ്റിൽ പറത്തിയ ഇ.പി. ജയരാജനെതിരെ നടപടി സ്വീകരിക്കേണ്ടതല്ലേ? അതില് ഇപ്പോ വെറുക്കപ്പെട്ടവരുമായിട്ടുള്ള കൂട്ടുകെട്ട് ചങ്ങാത്തം എന്ന് പറയുന്നത് എന്ന് സഖാവ് പിണറായി വിജയൻ തന്നെ പറഞ്ഞതുപോലെ ശിവൻ പാപിയോടൊപ്പം നിന്നാൽ പാപിയെ ചുമന്നാൽ സ്വാഭാവികമായും ശിവനും ആ പാപത്തിന്റെ ഭാരം ചുമക്കേണ്ടി വരും എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ഇക്കാര്യത്തിൽ അതിനൊരു മറുപടി പറയേണ്ടത്. കാരണം മാത്രമല്ല, പാർട്ടി ഇക്കാര്യത്തിൽ വളരെ ഞാൻ ഗൗരവമായി തന്നെ ഇക്കാര്യത്തെ സമീപിക്കുന്നു. പാർട്ടി ഇക്കാര്യത്തിൽ പാർട്ടിയുടെ അറിവില്ലാതെയാണ് പാർട്ടിയുടെ ഒരു കേന്ദ്ര കമ്മിറ്റി. അല്ല, പക്ഷേ അഡ്വക്കേറ്റ് അസ്ക, അവിടെയാണ് പ്രശ്നം. അതായത് ഇ.പി. ജയരാജന് കൃത്യമായിട്ട് അറിയാം തനിക്കെതിരെ നടപടിയെടുക്കാൻ പറ്റില്ല. കാരണം ഇപ്പോൾ പിണറായി വിജയൻ പറഞ്ഞു ജാഗ്രത കുറവ് സംഭവിച്ചു എന്ന്. പക്ഷെ പിണറായിയുടെ കാര്യം നോക്കൂ, ഇത്തരം ഷെയ്ഡി ക്യാരക്ടേഴ്സുമായിട്ട് ആദ്യമേ ഡീലിങ്ങിൽ ഏർപ്പെട്ട ഒരു വ്യക്തിയല്ലേ നമ്മുടെ പിണറായി വിജയൻ. അത് വിളിച്ചു പറഞ്ഞതാരാ? ഷെയ്ഡി ക്യാരക്ടർ എന്ന് ഫാരിസ് അബൂബക്കറിനെ കുറിച്ച് അങ്ങനെ പറഞ്ഞ അത്തരത്തിലൊരു പരാമർശം ഉണ്ടായതാ വി.എസ്. അച്യുതാനന്ദൻ്റെ ഭാഗത്തു നിന്നാണ് അല്ലേ? അതിനുശേഷം നോക്കി കരിമണൽ കർത്ത ഒരുപാട് പേരുമായിട്ട് ഷെയ്ഡി ഡീലിങ്സ് ഉണ്ട്. അപ്പോൾ തനിക്കെതിരെ മാത്രം നടപടിയെടുക്കാൻ പറ്റില്ല എന്ന ആ ഒരു ആത്മവിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയായിരിക്കില്ലേ ഇങ്ങനെയുള്ള ആളുകളുമായി ചങ്ങാത്തമുണ്ടാക്കിയത്? അപ്പോൾ പിണറായിക്ക് എങ്ങനെ വിമർശിക്കാൻ പറ്റും? അങ്ങനെയല്ല. നിങ്ങൾ കരുതുന്നത് പാർട്ടി ഒരു കേന്ദ്രീകൃത ജനാധിപത്യ പ്രക്രിയയിൽ ഉറച്ചു വിശ്വസിക്കുകയും ആ കേന്ദ്രീകൃത ജനാധിപത്യ പ്രക്രിയ എന്ന് പറയുന്നത് സഖാവ് പിണറായി വിജയനിൽ കേന്ദ്രീകരിച്ചിരിക്കുന്നു എന്ന തെറ്റിദ്ധാരണ കൊണ്ടാണ് പാർട്ടി ഒരു വലിയ ആശയപരമായ അഭിപ്രായങ്ങൾ പറയേണ്ട ഒരു ഘട്ടത്തിലേക്കാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇത്തരം ആളുകളെ ഷെയ്ഡി ക്യാരക്ടേഴ്സുമായി ബന്ധമുണ്ട് എങ്കിൽ സ്വാഭാവികമായും പാർട്ടി നടപടിയെടുക്കും, ഒരു സംശയമുണ്ട. നമുക്കറിയാലോ, കെ.ആർ. ഗൗരിയമ്മയെ പോലുള്ള CPM-ന്റെ തലമുതിർന്ന നേതാവിനെതിരെ നടപടിയെടുത്ത പാരമ്പര്യമുള്ള പാർട്ടിയാണ്. സഖാവ് EMS-നെതിരെ നടപടിയെടുത്തിട്ടുണ്ട്. സാക്ഷാൽ സഖാവ് V.S. അച്യുതാനന്ദനെതിരെ നടപടിയെടുത്തിട്ടുള്ള പാർട്ടിയാണ്. ഈ പാർട്ടിയെ സംബന്ധിച്ച് പക്ഷെ അന്ന് നടപടി ഉണ്ടായത് ഇത്തരം ഷെയ്ഡി ക്യാരക്ടേഴ്സുമായി ബന്ധപ്പെട്ടു എന്ന അല്ല, അതിന്റെ അടിസ്ഥാനത്തിലൊന്നും അല്ലല്ലോ. ഒരിക്കലല്ല. സംഘടന മാത്രമല്ല, തെല്ലാൽ നന്ദകുമാറുമായിട്ട് ഇ.പി. ജയരാജന് ഉള്ള ബന്ധം അത് ആദ്യമായിട്ടല്ലല്ലോ. നേരത്തെയും ഒരേ വേദിയിൽ ഇവരെ കണ്ടിട്ടുണ്ട്. അന്നും ഇതേപോലുള്ള ആക്ഷേപങ്ങൾ ഉയർന്നിരുന്നു. അന്നും അത്തരം ആക്ഷേപങ്ങളെ തള്ളിക്കളഞ്ഞു. പക്ഷേ ഇത്തരം ആളുകളുമായിട്ടാണ് കൂട്ടുകൂടി നടക്കുന്നത്. അതും CPM-ന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം, മുൻമന്ത്രി, ഇടതുമുന്നണിയെ നയിക്കുന്ന കൺവീനർ. അപ്പോൾ അതിനെ വളരെ ഗൗരവത്തോടെ എടുക്കേണ്ടതല്ലേ? ഞാൻ മനസ്സിലാക്കുന്നത് പാർട്ടി വളരെ ഗൗരവത്തോടുകൂടി തന്നെ ഇതിനെ സമീപിക്കുമെന്ന് തന്നെയാണ്. ഒരു സംശയം വേണ്ട കാര്യത്തിൽ. അദ്ദേഹം പറയേണ്ട അദ്ദേഹത്തിന്റെ ഘടകത്തിലാണ് അഭിപ്രായം പറയേണ്ടത്. സ്വാഭാവികമായും ആ ഘടകത്തിൽ അദ്ദേഹം അഭിപ്രായം പറയും. ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് ജനകീയ പിന്തുണയുള്ള V.S.നെ പോലുള്ള ഒരു നേതാവിനെതിരെ പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് പല ഘട്ടങ്ങളിൽ അദ്ദേഹത്തിന് നടപടി നേരിടേണ്ടി വന്നു. അപ്പോ അതിനേക്കാൾ കെ.ആർ. ഗൗരിയമ്മയെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട്, MVR-നെ പുറത്താക്കിയിട്ടുണ്ട്. അപ്പോ സ്വാഭാവികമായും അങ്ങനെ ഈ സംസ്ഥാനത്തെ വളരെ ജനകീയ വേരോട്ടം ഉണ്ടായിരുന്ന നേതാക്കന്മാരെ വരെ പുറത്താക്കുന്ന സാഹചര്യം, പാർട്ടി നടപടികൾ സ്വീകരിക്കുന്ന സാഹചര്യം പാർട്ടി ചെയ്തിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഞാൻ വീണ്ടും പറയുകയാണ്, അത് ആശയപരമായ തർക്കമായിരുന്നു, ആശയപരമായ ഭിന്നതയായിരുന്നു അന്ന്. പക്ഷെ ഇതങ്ങനെയല്ല, ഇതിനെ അങ്ങനെയല്ല കാണാൻ പറ്റുന്നത്. പലരും ആരോപിക്കുന്ന CPM ഇത്തരം ശക്തികളുടെ കൈകളിലാണ്, പാർട്ടി ഇത്തരം ആളുകളുടെ കൈകളിലാണ്. പിണറായിയെ പോലുള്ളവർ പോലും അവർക്ക് പോലും ഇത്തരത്തിലുള്ള ദൗർബല്യങ്ങൾ ഉണ്ട് എന്ന് വ്യക്തമായ സാഹചര്യത്തിൽ ജയരാജൻ ഈ നന്ദകുമാറുമായിട്ട് കൂട്ടുകൂടിയത്, അല്ലെങ്കിൽ അദ്ദേഹം പാർട്ടി വിട്ട് മറ്റൊരു പാളയത്തിലേക്ക് പോകാൻ തീരുമാനിച്ചത്, അതിന് സന്നദ്ധമായത്, അത് വലിയൊരു അപരാധമായിട്ട് കാണാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ പിണറായിക്കെതിരെ നടപടിയെടുക്കേണ്ടതല്ലേ? ഇതില് കാണേണ്ടത് ചടയൻ ഗോവിന്ദന്റെ ജീവിതചര്യയുള്ള കമ്മ്യൂണിസ്റ്റുകാർ പാർട്ടിയിൽ ഉള്ളതാണ്. അപ്പോ ചടയൻ ഗോവിന്ദൻ, അദ്ദേഹത്തിന് ഞാൻ ഈ അടുത്ത കാലത്ത് വായിച്ചാണ്, അദ്ദേഹത്തിന്റെ മകന്റെ തൊഴിലുമായി ബന്ധപ്പെട്ട് ആക്ഷേപം വന്നപ്പോ അദ്ദേഹത്തിന് ദേശാഭിമാനിയിൽ ഒരു തൊഴിൽ കൊടുക്കുകയും അതിൽ പാർട്ടിക്കുള്ളിൽ ആക്ഷേപം പറഞ്ഞപ്പോൾ സ്വാഭാവികമായും അദ്ദേഹം ആ മകനോട് തൊഴിൽ രാജിവെച്ച് തിരിച്ചു വീട്ടിൽ വരാൻ പറയുകയും ഇപ്പോ അദ്ദേഹം ഒരു ഹോട്ടൽ നടത്തി ജീവിക്കുകയുമാണ്. അപ്പോൾ സ്വാഭാവികമായും
വളരെ സാധാരണ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള സഖാവ് ചടയും പാർട്ടി ലോക്കൽ കമ്മിറ്റി പാർട്ടി നിർമ്മിച്ചു നൽകിയ വീട്ടിലാണ് അദ്ദേഹം ജീവിതാവസാനം വരെ താമസിച്ചിരുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാർ ഈ പാർട്ടിയെ നയിച്ചിട്ടുണ്ട്. ഇപ്പോഴും ഈ പാർട്ടിക്കുള്ളിൽ അത്തരം കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുണ്ട്. കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ നഷ്ടപ്പെട്ടിട്ടുള്ള ഏതെങ്കിലും കമ്മ്യൂണിസ്റ്റ് നേതാക്കന്മാരുണ്ടെങ്കിൽ സ്വാഭാവികമായും കാലം അവരെ അങ്ങനെയാണ് പാർട്ടി ഉണ്ടാവില്ല കേരളത്തില്. എല്ലാവർക്കും കമ്മ്യൂണിസ്റ്റ് മൂല്യങ്ങൾ നഷ്ടപ്പെട്ടു. അഡ്വക്കേറ്റ് അസ്കാർ, ചടയം ഗോവിന്ദനെ പോലുള്ള ആരെങ്കിലും ഒന്ന് കാണിച്ചതാ താങ്കൾ? അങ്ങ് പാർട്ടിയുടെ സംസ്ഥാന സമിതി മുതൽ താഴെ ബ്രാഞ്ച് കമ്മിറ്റി വരെ പരിശോധിച്ചാൽ ജീവിതം സുതാര്യവും വിശുദ്ധവുമായി കൊണ്ടു നടക്കുന്ന പ്രവർത്തകരായിട്ടുള്ള CPM-കാരെ നിരവധി പേരെ എണ്ണി നിർത്താൻ കഴിയും. അതിൽ അങ്ങനെ ഒരാൾ ആക്ഷേപം പറയുമ്പോൾ സ്വാഭാവികമായും എപ്പോഴും നമുക്ക് മാവുള്ള മാങ്ങയിലെ കല്ലെറിയാൻ തോന്നും. അപ്പൊ അങ്ങനെ വലിയ നേതാക്കന്മാരെ ആക്രമിച്ച് സഖാവ് പിണറായി പോലുള്ള മുതിർന്ന നേതാക്കന്മാരെ ആക്രമിച്ച് ഈ പാർട്ടിയെ കീഴ്പ്പെടുത്താമെന്ന വ്യാമോഹം വേണ്ട. ലക്ഷക്കണക്കിന് വരുന്ന പാർട്ടി കേഡർമാർ ഇത്തരം ആക്രമണങ്ങളെ നേരിട്ടുകൊണ്ട് തന്നെയാണ് ഈ പാർട്ടി പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നത്. ഇന്നും ഇന്നലെയും തുടങ്ങിയതല്ല. CPIM പക്ഷെ എന്തായാലും ആത്യന്തികമായി പൂച്ച പുറത്തായില്ലേ? ഈ BJP-യോട് RSS-നോടൊക്കെ അയിത്തം, ഞങ്ങൾ ആ ഭാഗത്തോട്ടേക്ക് നോക്കില്ല എന്ന് പറഞ്ഞവർ അങ്ങനെ ഒരു പ്രസ്ഥാനത്തെ നയിക്കുന്ന ഒരു വ്യക്തി തന്നെയാണ് ആശയവിനിമയം നടത്തിയത്, ചർച്ച നടത്തിയത്. ഇന്നിപ്പോൾ പച്ചക്കള്ള പറയുകയാണെന്ന് ആർക്കാ മനസ്സിലാവാത്തത്? അല്ല, അദ്ദേഹം അങ്ങനെ ഒരു ആശയവിനിമയം നടത്തിയിട്ടില്ല എന്ന് പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞത് തന്നെ ജയരാജന്റെ ബോഡി ലാംഗ്വേജ് താങ്കളൊന്ന് പരിശോധിക്കൂ. ജയരാജൻ പെട്ടിരിക്കുകയാണ്.